السلام عليكم ورحمة الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും പ്രപഞ്ച നാഥന്റെ രക്ഷയും സമാധാനവും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മള് 100-ാമത്തെ ആയത്തിനെയാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർള. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് കുറെ വിഷയങ്ങൾ പറഞ്ഞു പോയി. അപ്പോ യജൂജ് മഅജൂജ് വിഭാഗം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് യൗമുൽ ഖിയാമക്ക് മുന്നോടിയായി അവർ പുറത്തു വന്നാൽ രക്തരൂക്ഷിതമായ പോരാട്ടം ഭൂമിയിൽ നടക്കുകയും തുടർന്ന് അള്ളാഹു അന്ത്യനാളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ സുന്നത്തിനെ നടപ്പാക്കുകയും അങ്ങനെ ഇസ്രാഫീൽ അലി ഇസ്ലാമിന്റെ ഇടപെടൽ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനുഷ്യന്റെ ജീവിതാവസ്ഥയെ കുറിച്ചെല്ലാണ് പിന്നീട് നമ്മൾ പറഞ്ഞു പോയത്. അതിനുശേഷം അള്ളാഹു അന്ത്യനാളിന്റെ ഭീകരതയെ ഈ ചെറിയ ആയത്തിൽ അള്ളാഹു ചേർത്ത് വെക്കുകയും നമ്മെ അത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യാം. ഇസ്രാഫീൽ അലി ഇസ്ലാമിന്റെ ഇടപെടൽ നടന്നു കഴിഞ്ഞാൽ മനുഷ്യ സമൂഹം മുഴുവനും ചലനമറ്റ് വീഴുകയും ചില ആളുകൾ അതിൽ പൂർണ്ണമായി മരണത്തിന് കീഴ്പ്പെടുകയും ചില ആളുകൾ ബോധരഹിതരായി കിടക്കുകയും അങ്ങനെ അള്ളാഹു രണ്ടാമത്തെ ഇസ്രാഫീൽ അലി ഇസ്ലാമിന്റെ ഇടപെടൽ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന രംഗത്തെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൂസാ നബിയെ ആ നിമിഷം അർശിന്റെ ഒരു തൂണ് പിടിച്ചു നിൽക്കുന്ന രംഗവും എങ്ങനെയാണ് മൂസാ നബി തനിക്ക് മുമ്പേ അവിടെ എത്തിയത് എന്നുള്ള വിഷയങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോകുന്ന ആ ഭാഗം നമ്മൾ വിശദീകരിച്ചു. അപ്പൊ യൗമുൽ ഖിയാമ രൂപപ്പെട്ട് മനുഷ്യരെല്ലാവരും അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടുന്ന ആ ഒരു ദിവസം അള്ളാഹു പറയാണ്, വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർള. വഅറദ്ന എന്ന് പറഞ്ഞാൽ അൽഹർനാഹാ ലഹും ഹത്താ ഷാഹദു, അഥവാ ആ നിമിഷം നരകത്തെ അള്ളാഹു മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ അള്ളാഹു വെളിപ്പെടുത്തും. അള്ളാഹു അതിനെ എടുത്തു കാണിക്കും. വഅറദ്നാ ജഹന്നമ യൗമഇദിൻ, ആ ദിവസം ലിൽ കാഫിരീന, നിഷേധികൾക്ക് അർളൻ, ഒരു വല്ലാത്തൊരു കാണിച്ചു കൊടുക്കലായിരിക്കും. അവരുടെ മുമ്പിൽ അതിനെ കൊണ്ടുവന്ന് അള്ളാഹു നരകത്തെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ, അവരുടെ നേർ മുമ്പിൽ നരകത്തെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തെ ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അപ്പോ അറദ്ന ജഹന്നമ എന്ന ആ വാക്കില് മുഫസ്സിരീങ്ങള് വിശദീകരിക്കുന്നത് ആ നരകത്തെ കൊണ്ടുവന്ന് അവരുടെ കൺമുമ്പിൽ അള്ളാഹു അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ അത് നിഷേധികൾക്ക് മാത്രമല്ല, അത് അള്ളാഹുവിന് കീഴ്പ്പെട്ട മനുഷ്യർക്ക് കൂടി കാണുന്ന രൂപത്തിലാണ് അള്ളാഹു അതിനെ കൊണ്ടുവരിക എന്നാണ്, അതിനെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന്. അപ്പോ ഈ ഒരു കാഴ്ച ഒരു നിഷേധിക്ക് മാത്രമല്ല, അതിനപ്പുറം സത്യവിശ്വാസിക്ക് കൂടി അത്
കാണുന്ന രൂപത്തിലായിരിക്കും അള്ളാഹു അതിനെ സംവിധാനിക്കുക. വിശുദ്ധ ഖുർആന് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളിൽ ഈ വിഷയം പരാമർശിച്ചു പോകുന്നുണ്ട്. സൂറത്ത് മറിയമിലെ 81-ാമത്തെ ആയത്ത് ഇതിന്റെ മറ്റൊരു രൂപത്തെ വിശദീകരിക്കുന്നുണ്ട്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അതായത് ആ നരകത്തിനടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരുമില്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, ആ നരകത്തെ കൺമുമ്പിൽ കാണാത്തവരായി, അതിന്റെ അരികിൽ എത്താത്തവരായി നിങ്ങളിൽ ആരുമില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനമാണ്. അപ്പോ നരകത്തിന്റെ മുമ്പിൽ നിഷേധികളായ മനുഷ്യരെ മാത്രമല്ല അള്ളാഹു കൊണ്ടുവരിക, അള്ളാഹുവിന് കീഴ്പ്പെട്ട വിശ്വാസി സമൂഹത്തെയും അള്ളാഹു കൊണ്ടുവരും. അതിന് ചില കാരണങ്ങളുണ്ട്. അത് വിശ്വാസത്തിന്റെ മഹത്വത്തെ, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിന്റെ മഹത്വത്തെ ഒരു വിഭാഗത്തിന് തിരിച്ചറിഞ്ഞ് ആസ്വദിക്കുവാനും, മറ്റൊരു വിഭാഗത്തിന് നിഷേധത്തിന്റെ തിക്തഫലം എന്താണ് എന്ന് മനസ്സിലാക്കി വിലാപം അവർ തന്നെ സ്വയം അവരെ നിഷേധിക്കുന്ന, നിന്ദിക്കുന്ന, നിരാകരിക്കുന്ന ഒരവസ്ഥ അവർക്ക് തന്നെ സ്വയം സൃഷ്ടിക്കുവാനും വേണ്ടിയാണ് അത്തരമൊരു നടപടി അള്ളാഹു സ്വീകരിക്കുന്നത് എന്നും ധാരാളം വചനങ്ങളിലൂടെ പിന്നീട് അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ തന്നെ ഈ ആയത്തില് വാരിദുഹ എന്ന് പറഞ്ഞാല് യറാഹ വയമുറു ബിഹ എന്നാണ് അതിന്റെ മുഫസ്സിരിങ്ങൾ കൊടുക്കുന്ന അർത്ഥം. അവർ നേരിട്ട് അതിനെ കാണും. വയമുറു ബിഹ, അതിന്റെ ചാരത്തുകൂടെ അവർ നടക്കും. അപ്പൊ വാരിദുഹ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ബാധകമായ ഒന്നാണ് ഈ വിഷയം എന്ന് അള്ളാഹു ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഒരു ചെറിയ വാക്ക് തന്നെ ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് എല്ലാവർക്കും മുമ്പിലും നരകത്തെ അള്ളാഹു കൊണ്ടുവരിക, അതിനെ പ്രത്യക്ഷപ്പെടുത്തുക? അപ്പൊ നമ്മള് ചെറുപ്രായത്തിലേ കേട്ട ഒരു വിഷയം ഇന്ന് പലരും ഒരു പുച്ഛഭാവേനെ അവതരിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? സിറാത്ത് എന്ന് പറയുന്ന ഒരു നൂലിഴ ബന്ധമുള്ള, അല്ലെങ്കിൽ വളരെ നേർമയാർന്ന ഒരു പാതയെ കുറിച്ച് ഉള്ള ഒരു ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധാരാളം ഹദീസിലൂടെ, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസില് റസൂലുള്ളാഹ് ആ ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച്, വല്ലാത്ത ആ ഭീകര നിമിഷത്തെക്കുറിച്ച് പരിശുദ്ധ റസൂല് പറയുന്നുണ്ട്. നരകത്തിന്റെ മുമ്പിൽ ബന്ധിപ്പിച്ച അസ്സിറാത്തു മദ്റൂബുൻ അലാ ലഹ്രി ജഹന്നം, നരകത്തിന്റെ മുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പാതയെ കുറിച്ച്, ഒരു പാലത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സിറാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതെന്തിനാണ്? ലിയറാഹൽ മുഅ്മിനു വൽ കാഫിറു, ഈ നരകത്തെ നിഷേധിയും വിശ്വാസിയും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ചില കാഴ്ചകൾക്കെല്ലാം തന്നെ ഭൗതിക ലോകത്തും മനുഷ്യര് ചില പാലങ്ങൾ നിർമ്മിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ പാലത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാല് ചില ആളുകള് താഴോട്ട് നോക്കുമ്പോൾ അപ്പോൾ തന്നെ വീണു പോകും ചില ആൾക്കാര്. നമ്മള് ഗ്ലാസ് പാലെല്ലാം കണ്ടിട്ടില്ലേ? ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച പാലം.
ഒന്ന് അതിന്റെ മുകളിലേക്ക് കയറി അതിന്റെ താഴ്ചയിലേക്ക് ആഴത്തിലേക്ക് പെടുന്നനെന്ന് നോക്കിക്കഴിഞ്ഞാല് ചില ആളുകൾ അപ്പൊ തന്നെ നിലവിളിച്ചുകൊണ്ട് വീഴുന്ന രംഗം നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നുണ്ട്. മനുഷ്യന് ഇതേ അവസ്ഥാവിശേഷത്തെ അള്ളാഹു ഒരുക്കുന്നാണ് അള്ളാഹു പറയുന്നത്. ഭൂമിയില് മനുഷ്യൻ തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ മനുഷ്യർക്കിടയിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് ഒരു നേർമയാർന്ന ഒരു പാതയെക്കുറിച്ചുള്ള വിശേഷണമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ അതും ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിക്കുകയും അത്തരത്തിലുള്ള നേർമയാർന്ന പാലത്തിലൂടെ അല്ലെങ്കിൽ ഒരു കയറിലൂടെ മനുഷ്യർ നടക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമിയിൽ. അത് ഒരു സുഹൃതത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ദൃഢമായ ഒരു ബോധ്യത്തെ മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ നിർമ്മിതി. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ചെറിയ നൂൽപാലത്തിലൂടെ മനുഷ്യന് ഒരു വടിയും പിടിച്ച് ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നടക്കുന്നു. ചില ആളുകൾ ആ ഒരു നൂൽപാലത്തിലൂടെ ചില ആളുകൾ സൈക്കിള് ഓട്ടുന്നത് കാണുന്നില്ലേ? അപ്പോ അത്തരത്തിലുള്ള ഒന്നിലൂടെ നടക്കണമെങ്കിൽ അവന്റെ ജീവിതത്തെ അത്രമാത്രം അവനെന്താക്കണം, ആ ഒരു പ്രവൃത്തിയിൽ അവന് ഹൃദയം കൊണ്ടും ചിന്ത കൊണ്ടും ലയിച്ചു നിന്ന് അതിനെ അവൻ പൂർണാർത്ഥത്തിൽ സ്വായത്തമാക്കി എടുത്താൽ മാത്രമേ അത്തരത്തിലുള്ള നൂൽപാലത്തിലൂടെ ഭൗതിക ലോകത്ത് മനുഷ്യർ കാണിക്കുന്ന ഒന്ന് അവനെ തെറ്റാതെ പിഴക്കാതെ ചെയ്യാൻ സാധിക്കുള്ളൂ. അവർ കാണിക്കുന്ന ആ പ്രകടനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നുണ്ട്. അങ്ങനെ ഒരു നൂൽപാലത്തിലൂടെ ഒരു മനുഷ്യനെ ഒരു ബൈക്ക് ഓട്ടിക്കാന് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ചലിപ്പിക്കാന് അതിന്റെ മുകളിൽ പോലും കയറി നിന്നിട്ട് മനുഷ്യര് പ്രകടനം നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോ അതിൽ എത്രമാത്രം എക്സ്പേർട്ട് ആയിരിക്കണം അവര്, എത്ര നന്നായിട്ട് അത് പരിശീലിച്ചിരിക്കണം. അപ്പൊ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ നന്മയും തിന്മയും നന്നായി ബോധ്യപ്പെട്ട് നന്മയെ ഏറ്റവും നന്നായി പരിപാലിച്ച് അതിനെ പ്രയോഗവൽക്കരിക്കുന്നവർക്ക് അള്ളാഹു ഇത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അത് ഭൗതിക ലോകത്ത് മനുഷ്യർ തന്നെ മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇതാ ഈ രൂപത്തിലെല്ലാം ആണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി കാപട്യമില്ലാതെ ഒരു തരത്തിലുള്ള കാപട്യവുമില്ലാതെ ഏറെ മനസാന്നിധ്യത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ ഇതാ ഞങ്ങൾ നടക്കുന്നത് പോലെ നിങ്ങൾക്കും ഈ നൂൽപാലത്തിലൂടെ നടക്കാൻ കഴിയുമെന്ന് ആ ഒരു സംഗതി പ്രകടിപ്പിക്കുന്ന ഓരോ വ്യക്തിയും അത് കാഴ്ചക്കാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് പേടിയാണ് അവിടുന്ന് ഇങ്ങോട്ട് വീട് കഴിഞ്ഞാല് അയാള് മരിച്ചു പോകുമല്ലോ. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളില് അങ്ങനെ ഒരു നൂല് കൊണ്ട് ഒരു കയറുകൊണ്ട് രണ്ട് ഭാഗങ്ങളും കെട്ടിവെച്ച് അതിന്റെ മുകളിലൂടെ സൈക്കിൾ ഓട്ടിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭീകരമായ ഒരു രംഗാണത്. അതിന് എത്രമാത്രം പരിശീലനം ആവശ്യമുണ്ട്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അത് പരിശീലനത്തിന്റെ യുദ്ധമാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും അഹ്സനു അമല,
ഏറ്റവും നല്ല സുഹൃതം ചെയ്യുന്നവരാണെന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അപ്പോ അഹ്സനായ അമലിനെ, അമലു സ്വാലിഹാത്തിനെ ചെയ്യുന്നവർക്ക് അത് ഒരു പ്രയാസമുള്ള സംഗതിയൊന്നുമില്ല. പ്രയാസമുള്ള സംഗതിയല്ല. അതിന്റെ മുകളിലൂടെ ശീഘ്രമായിട്ട് ഓടിപ്പോകും. റസൂലുള്ളാഹി പറയുന്നത് പോലെ കൊടുങ്കാറ്റ് പോലെ അതിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. ഒരു കുതിരയുടെ സ്പീഡ് പോലെ അതിന്റെ മുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ വീണും എഴുന്നേറ്റും കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് അതിനെ നിന്ദിച്ച്, ആ ഒരു കർമ്മത്തെ നിന്ദിച്ച് നിരാകരിച്ച് ജീവിതത്തെ ഇച്ഛകൾക്ക് വേണ്ടി, അവരുടെ ഇച്ഛാപൂർണതയ്ക്ക് വേണ്ടി ജീവിതത്തെ ഭൗതിക ലോകത്ത് വിനിയോഗിച്ചവർക്ക് അതിന്റെ മുകളിലൂടെ അത്തരത്തിലുള്ള പ്രാക്ടീസ് ഭൂമിയിൽ ചെയ്യാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു. അതിന്റെ മുകളിൽ നിന്ന് അവർക്ക് അതിന്റെ മുകളിലൂടെ ചലിക്കാൻ കഴിയാതെ അവർ വീട് പോകും. ഭൂമി ലോകത്തും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അതിന്റെ മേലിലേക്കൊന്നും കേറാൻ പറ്റില്ല. ആരെങ്കിലും കേറിക്കഴിഞ്ഞാൽ അവന് വീഴും. എന്നാൽ അവൻ നമ്മളെപ്പോലെയുള്ള മറ്റൊരു മനുഷ്യൻ ആ ഒരു നൂൽ ആ ഒരു 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 ആ ഒരു നൂൽപാലത്തിലൂടെ അയാൾ അതിശീഘ്രമായി കടന്നു പോകുന്നുണ്ട്. ഒരാളൊന്നുമല്ല. 2ഉം 3ഉം ആളുകളെല്ലാം സൈക്കിളിന്റെ മേലെന്നുകൊണ്ട് അതിന്റെ മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭീകരമായ ഒരു അവസ്ഥാവിശേഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ വ്യക്തി ചിരിച്ച് കളിച്ച് അയാൾ ഉല്ലസിച്ച് അതിന്റെ മുകളിൽ അയാൾ നടത്തുന്ന പ്രകടനം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കും. അതെല്ലാം പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തിയെ, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെ നിങ്ങൾ ഈ രൂപത്തിൽ ഇതാ ഞങ്ങൾ മനസാന്നിധ്യത്തോടു കൂടി ഞങ്ങൾ ഇതിനെ സ്വായത്തമാക്കിയതുപോലെ നിങ്ങളും സ്വായത്തമാക്കുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും സാധ്യമായ ഒന്നാണ്. ആ സ്വായത്തമാക്കലിനെ കുറിച്ചാണ് അമ്പിയാക്കന്മാർ ലോകത്ത് വന്നുകൊണ്ട് പറഞ്ഞത്. പ്രപഞ്ചനാഥൻ, സർവേശ്വരനായ നാഥൻ മനുഷ്യ കുടുംബത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഏറ്റവും നല്ല സുഹൃതം അനുഷ്ഠിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായി അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് ആ നിർമ്മിക്കപ്പെടുന്ന ആ സിറാത്തിന്റെ മുകളിലൂടെ ചലിക്കുവാനോ ഓടുവാനോ ശീഘ്രമായി നടന്നു പോകുവാനോ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഭൗതിക ലോകത്ത് ഇതെല്ലാം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു രൂപം, അല്ലെങ്കിൽ അള്ളാഹു നിർമ്മിച്ച ഒരു മഹാസംവിധാനത്തിന്റെ മോഡലുകൾ ഭൗതിക ലോകത്തും മനുഷ്യൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയ ഒരു സംഗതിയാണ്. എന്നാൽ ചിലർക്കത് ബോധ്യപ്പെടൂല്ല. അത് ബോധ്യപ്പെടുന്ന ഒരു ലോകമുണ്ട്. അത് എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. അത് എത്ര നിന്ദിച്ചിട്ടും കാര്യമില്ല. അതിനെ അവഹേളിച്ചിട്ടോ നിരാകരിച്ചിട്ടോ കാര്യമില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും ഇല്ല. ഒരു സൃഷ്ടിയാണെങ്കിൽ, നാം ഒരു സൃഷ്ടിയാണെങ്കിൽ, സൃഷ്ടാവെന്ന് പറയുന്ന ഒന്നിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ മനുഷ്യന് സാധ്യമല്ലാത്തതുപോലെ ആ സൃഷ്ടാവിന്റെ ഓരോ നിയമത്തിനും ഓരോ ഇടപെടലിനും മനുഷ്യൻ തീർച്ചയായും വിധേയമാക്കുക തന്നെ ചെയ്യും. അവന്റെ മുമ്പിൽ അത് അവൻ നേരിട്ട് അനുഭവിക്കുകയും കാണുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യും. അതിലൊരു സംശയവും ഇല്ല. എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. മനുഷ്യൻ ദുർബലനാണ്. അവന്റെ ജ്ഞാനം പരിമിതമാണ്. വളരെ ചെറിയൊരു ജ്ഞാനബോധത്തിൽ മാത്രം ജീവിക്കുന്നവനാണ് മനുഷ്യന്. എല്ലാം തിരിഞ്ഞവനായുള്ള അഹങ്കാരബോധത്തെ അള്ളാഹു അതിശക്തമായി അടിച്ചൊതുക്കി അവന്റെ എല്ലാ അഹങ്കാരത്തെയും അവന്റെ മുമ്പിൽ അവന്റെ തന്നെ ജീവിതത്തിന്റെ നിന്ദ്യമായ അവസ്ഥാവിശേഷം അവന് ഒരുക്കി കൊടുക്കുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. അന്ന് ഇതെല്ലാം അവന്റെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവരും. പരിശുദ്ധ റസൂൽ അമ്പിയാക്കന്മാര് കളവ് പറയുന്നവരല്ല. അത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളുടെ തോതിന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഇടപെടലാണത്. എത്രമാത്രം ഹൃദയപൂർണമായിരുന്നു നമ്മുടെ സുഹൃതങ്ങള്, എത്രമാത്രം ഗാഠമായ ബന്ധം നാഥനുമായി പുലർത്തിക്കൊണ്ടാണ് അത് നിർവഹിച്ചത് എന്നുള്ളത് അതിൽ
കാപട്യമുണ്ടോ, അതല്ലെങ്കിൽ അതിൽ നിഫാക്ക് വന്നിട്ടുണ്ടോ എന്നെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ലോകമാണിത്. ആ ലോകത്ത് ഇതെല്ലാം ബോധ്യപ്പെടാൻ ഇത്തരത്തിലുള്ള നിർമ്മിതികളും ഇത്തരത്തിലുള്ള ഇടപെടലുകളും അനിവാര്യമാണ്. അത് ഭൗതിക ലോകത്തും മനുഷ്യൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ മനുഷ്യരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ് കാര്യം. പക്ഷേ അതിന്റെ മുകളിലുള്ള നടത്തം അത്ര സിമ്പിൾ അല്ല. അതിന് നല്ല മനസാന്നിധ്യം വേണം. അത് നന്നായി പരിശീലിക്കണം. അപ്പോ സുഹൃതം കൊണ്ട് ഭൗതിക ലോകത്ത് ജീവിതത്തെ സുഗന്ധപൂർണമാക്കുന്ന ഒരു മനുഷ്യന് അവിടെ അത്തരം ഒരു പാതയിലൂടെ നടന്നു പോകാനോ അത് മുറിച്ചു കടക്കാനോ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ ശ്രദ്ധേയമായ ഒരു ഹദീസുണ്ട്, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം. നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം. കുടുംബ ബന്ധം മുറിക്കരുത്. മൻ വസല വസലഹുല്ലാ വമൻ ഖതഅ ഖതഅഹുല്ലാ. നിങ്ങൾ കുടുംബ ബന്ധം നിങ്ങൾ നന്നായി പരിപാലിക്കണം. കാരണം ആ പാതയിൽ കുടുംബ ബന്ധം മനുഷ്യരൂപം പ്രാപിച്ച് നിങ്ങളുടെ കൈപിടിക്കുമെന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. കുടുംബ ബന്ധം പുലർത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാള് അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഭൂമി ലോകത്ത് മനുഷ്യർക്കിടയിലെല്ലാം സൃഷ്ടിക്കുന്ന സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട്. അള്ളാഹു അത്തരക്കാരെ അള്ളാഹു കൈവടിയുകയില്ല. അപ്പൊ മനുഷ്യൻ എപ്പോഴും അവൻ സ്വയം തന്നെയും ശാന്തിയുള്ളവനാവണം. മറ്റുള്ളവരിലേക്ക് സന്തോഷത്തിന്റെ വൃത്താന്തം പകർന്നു കൊടുക്കുന്നവനായിരിക്കണം. അപ്പോ അള്ളാഹു അത് ഏറെ ഇഷ്ടപ്പെടുന്ന ഭൗതിക ലോകത്ത് ശാന്തി, സമാധാനം, മനുഷ്യർക്കിടയിലുള്ള ഊഷ്മളമായ ബന്ധങ്ങള്, ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതൊരു മഹാസുഹൃതമായിട്ട് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം ഹദീസിൽ ഇതെല്ലാം കാണാൻ പറ്റും. ആ പാതയിൽ നിങ്ങൾക്ക് മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ കൈപിടിക്കുമെന്ന് റസൂൽ പറയാണ്. ഇതിലും വെറുതെ പറയാൻ പറ്റുമോ? ഇത് ആരോടാണ് പറയുന്നത്? തന്നെ പോലെ ചിന്തയും ബുദ്ധിയുമുള്ള മനുഷ്യരോടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോ അത് എല്ലാവർക്കും ബാധകമായ ഒരു സംഗതിയാണ്. അപ്പോ ഇവിടെ പിന്നെ അള്ളാഹു നാം ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയെയും അവിശ്വാസിക്ക് മുമ്പിലും ഈ നരകത്ത് അള്ളാഹു അവതരിപ്പിക്കും. അതോ പിന്നെ ആല് ഇമ്രാനിലെ 185 ആയത്ത് ഇത് വിശദീകരിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. കണ്ടോ, ഇവിടെ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലം അള്ളാഹു യൗമുൽ ഖിയാമയിൽ നിങ്ങൾക്ക് നൽകും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എന്നിട്ട് പറയാണ് ഫമൻ സുഹ്സിഹ അനിന്നാരി. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടാൽ അവൻ സുഹ്സിഹ അനിന്നാരി എന്നിട്ട് ഉദ്ഖിലൽ ജന്നത്ത്, അവനെ സ്വർഗത്തിൽ കയറ്റുക. അപ്പോ അതിന്റെ മുകളിലൂടെയുള്ള സഞ്ചാരത്തെ ഈ പ്രയോഗം സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം ഷാറാബി ഈ ആയത്തിനെ കൊണ്ടുവന്ന് മനോഹരമായിട്ട് അതിന്റെ മുകളിലൂടെ മനുഷ്യന്റെ പ്രയാണത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഫമൻ സുഹ്സിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അങ്ങനെ അതിന്റെ മുകളിലൂടെ ആ ഒരു ആ ഒരു പാതയിലൂടെ അവൻ നടന്ന് അപ്പുറം കടന്നു കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവൻ വിജയശ്രീലാളിതനായി മാറിയിരിക്കുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്നാൽ ഇവിടങ്ങളെ വഞ്ചിക്കണ്ടട്ടോ. നിന്ദിച്ച് മനുഷ്യൻ ഭൂമിയിൽ തന്നെ നാം ഈ പറഞ്ഞതുപോലെ നടത്തുന്ന അള്ളാഹുവിന്റെ ഇടപെടലിന്റെ ന്യൂനമായ മോഡലുകൾ മനുഷ്യൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ അതിനെ നിന്ദിച്ചുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ വെറും ഒരു തമാശയായിട്ട് കാണണ്ട. അമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അത് കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ഭൗതിക ലോക ജീവിതം എന്നുള്ളത്. അള്ളാഹു നമ്മിൽ കാത്തുരക്ഷിക്കട്ടെ. ഇതെല്ലാം ഒരു നിസാരമാണ് ഇന്നത്തെ ലോകത്ത്. പക്ഷേ അതിനെ നമ്മൾ ചെയ്യുന്ന, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ ഒന്നിന്റെ മറ്റൊരു രൂപത്തെ അവതരിപ്പിക്കുന്നവനാണ് അള്ളാഹു. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ മഹാ ഇടപെടലിന്റെ
മറ്റൊരു മോഡലുകൾ ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ നടത്തിക്കൊണ്ട് ആ ഒരു ലോകത്തെ നമ്മളിലൂടെ തന്നെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതായാലും പിന്നെ ഇവിടെ അള്ളാഹു യകൂനു റുഇയതുഹു ഖബ്ല അൻ യദ്ഖുലൻ നാറ, നരകത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കാണുക എന്നുള്ളത് ഒരു ഭയാനകമായ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അറളിന എന്നുള്ള വാക്ക് കൂടി അള്ളാഹു ഉപയോഗിക്കുന്നത്. അത് റുഇയത്തൽ ഹസ്രത്തി വൻ നദാമ, അത് വല്ലാത്തൊരു ഖേദവും ജീവിതം പരാജയപ്പെട്ടു പോയല്ലോ എന്ന നിലവിളിയും ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു രംഗമായിരിക്കും. ഒരാള് ഞമ്മക്ക് ഒരു മഹാ അപകടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. അതിനെ നമ്മൾ മുഖവിലക്കെടുക്കാതെ നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ പെടുന്ന നമുക്ക് മുമ്പിൽ അള്ളാഹു അല്ലെങ്കിൽ അതങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്, അതങ്ങ് കാണുകയാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വിലാപം ഉണ്ടാവും. ആ സമയത്ത് ഉണ്ടാകുന്ന നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു സങ്കടം ഉണ്ടാവും. ആ സങ്കടം ഒരു നിഷേധിക്ക് മുമ്പിൽ അള്ളാഹു ഒരുക്കുകയാണ്. ഇത് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ സ്വർഗത്തെയും നരകത്തെയും കൊണ്ടുവരുന്ന രണ്ട് അവസ്ഥാവിശേഷം. അത് ചെറിയൊരു വാക്ക് കൊണ്ടാണ് അതിന്റെ ഇടയിലുള്ള മനുഷ്യന്റെ മാനസികാവസ്ഥയെ അതിന്റെ ഉള്ളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇവിടെ അതേ ഒരു കാര്യം തന്നെ അള്ളാഹു പറഞ്ഞു വെക്കുന്നു. അത് കണ്ണിന്റെ മുമ്പിൽ അതിങ്ങോട്ട് കാണുക. അത് കാണുമ്പോൾ അതുവരെ നിഷേധിച്ചൊരു മനുഷ്യൻ, അതിനെ നിന്ദിച്ച, അതിനെ പുച്ഛിച്ചൊരു മനുഷ്യൻ അതങ്ങ് കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു അപകടം ഉണ്ടാവും. നമ്മളിതെല്ലാം പറയുമ്പോൾ ഭൂമിയില് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നമ്മൾ ചുറ്റുപാടുകളിൽ ഇതിനെക്കുറിച്ചുള്ള തെറ്റായ സംസാരങ്ങളും തെറ്റായ വ്യാഖ്യാനങ്ങളും നടക്കുന്നത് കൊണ്ട് അറബി പേരുള്ള ആളുകൾ തന്നെ ഇതിനെ പുച്ഛിക്കുകയും, എന്നാൽ അവർ ഒരേ സമയം ഇതിന്റെ വാക്താക്കളായി നമ്മോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഇതിന്റെ മുകളിലൂടെ നടക്കുന്നത് അറബി പേരുള്ള മുഹമ്മദും അഹമ്മദും ആയിരിക്കും എന്നുള്ള തെറ്റായ ധാരണ ഉണ്ട്. നമ്മളും അത് തിരുത്തേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ, പേരിട്ടത് കൊണ്ട് ഒരാള് പടച്ചോന് കീഴ്പ്പെട്ടവനാവൂല. തൊപ്പി വെച്ചത് കൊണ്ടോ താടി വെച്ചത് കൊണ്ടോ നീളം കുപ്പായം ധരിച്ചത് കൊണ്ടോ തട്ടം ധരിച്ചത് കൊണ്ടോ പറ ധരിച്ചത് കൊണ്ടോ ഒരാരും തന്നെ പടച്ചോന് കീഴ്പ്പെട്ടവനാവൂല. അത് ഹൃദയശുദ്ധി കൊണ്ടും കർമ്മശുദ്ധി കൊണ്ടും പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥനോടുള്ള അഗാധമായ വിശ്വാസവും അള്ളാഹുവിന്റെ അളമത്തിനെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ അളമത്തിനെ, മഹത്വത്തെ, അവന്റെ കുദ്റത്തിനെ, അവന്റെ ഇൽമിനെ, അവന്റെ സിഫത്തുകളെയെല്ലാം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ പരിപാലിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും നല്ല ഗുണമാണത്. അതിനെ പേര് മുഹമ്മദ് ആകണം എന്നൊന്നുമില്ല, ഫാത്തിമയാകണം എന്നൊന്നുമില്ല. അതെല്ലാം മനുഷ്യര് അവന്റെ ഭൗതിക ലോകത്തെ ഇടപെടലിന് വേണ്ടി സ്വീകരിക്കുന്ന ഒന്നാണ്. രാമനായ മതി, അല്ലെങ്കിൽ ജോർജായ മതി, അല്ലെങ്കിൽ അമ്മിണിയായ മതി, എല്ലാം ആയാ മതി. ഫാത്തിമ തന്നെ പേരിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതെല്ലാം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യര് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മള് ലോകം എന്ന് പറയുന്നത് അത് കേരളമൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ ദേശമൊന്നുമല്ല ലോകം എന്ന് പറയുന്നത്. ലോകം പ്രവിശാലമാണ്. നിങ്ങൾ മറ്റു ലോകത്തേക്കെല്ലാം പോയി കഴിഞ്ഞപ്പോ നിങ്ങൾ പിന്നെ ഇന്തോനേഷ്യക്ക് പോയി, മലേഷ്യയിലേക്ക് പോയി, അവിടെ പോയി കഴിഞ്ഞാൽ അറബി നാമുള്ള ആൾക്കാർ കുറവേക്കാരം. അത് അവിടുത്തെ പ്രാദേശികമായ ഭാഷയിൽ നിന്നുകൊണ്ടുള്ള പേര് സ്വീകരിച്ചവരെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അറബികളെ സംബന്ധിച്ചിടത്തോളം അവര് ആ ഭാഷയിൽ നിന്നാണ് പേര് സ്വീകരിക്കുക. കാരണം അവർക്ക് വേറൊരു ഭാഷയിൽ നിന്ന് പേര് സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറ്റുന്ന ഒന്നല്ല, വേറൊരു ഭാഷയിൽ നിന്ന് പേര് സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോ പേരും രൂപമൊന്നും നോക്കിയിട്ടൊന്നും നമ്മളും എന്താക്കേണ്ട ആവശ്യമല്ല, തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമല്ല. നമ്മളും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് കർമ്മമാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിന്റെ പിൻബലത്തിൽ മാത്രമാണ് അത് എത്രമാത്രം നന്മ നിറഞ്ഞതാണോ, എത്രമാത്രം ശുദ്ധമാണോ, എത്രമാത്രം കാപട്യങ്ങളിൽ നിന്ന് മുക്തമായതാണോ
അതനുസരിച്ചാണ് നമുക്കും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു സൃഷ്ടി എന്നുള്ള നിലക്ക് എന്റെ റബ്ബിന്റെ സന്നിധിയിൽ എനിക്ക് പിന്നെ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, കർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സ്വീകാര്യത ലഭിക്കുക എന്നുള്ള തിരിച്ചറിവ് നമ്മളും എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ തുറന്നു പറയാത്തത് കൊണ്ട് നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള പിന്നെ നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സത്യത്തെ, വസ്തുതയെ തെറ്റായി അവതരിപ്പിക്കുന്ന ആളുകൾ ധാരാളമായി കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് മേലേ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള ആൾക്കാർ നല്ലതാണ്. യൗമുൽ ഖിയാമയെ പറയുന്നവർ, അതിന്റെ മഹാ അവസ്ഥയെ കുറിച്ച് പറയുന്നവർ തന്നെ മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ ഒരു ലോകമില്ല എന്ന രൂപത്തിൽ വാക്കും പ്രവൃത്തിയും കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ തന്നെ മറ്റുള്ളവർക്ക് അതിനെ നിന്ദിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ പരിസരങ്ങളിൽ. നിങ്ങൾ പരസ്പരം തെറി പറയരുത്, മോശം വാക്കുകൾ ഉപയോഗിക്കരുത്, നിങ്ങൾ അവഹേളിക്കരുത്, നിന്ദിക്കരുത് എന്നെല്ലാം അള്ളാഹു പറയും. നിങ്ങൾക്ക് അതിഭീകരമായ ശിക്ഷയെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കും. പക്ഷെ നമ്മൾ തന്നെ അതെല്ലാം നിർവഹിക്കും. അത് ഓതുന്നവൻ തന്നെ അത് പറയും. അപ്പോ മറ്റുള്ളവരിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതിഫലനമാണ് അത് സൃഷ്ടിക്കുക? അപ്പൊ നമ്മളും ഒന്ന് നന്നായി ചിന്തിക്കുന്നത് നല്ലതാണ്. പേരും രൂപമൊന്നുമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹു നമ്മുടെ രൂപത്തിലേക്കോ വേഷവിധാനങ്ങളിലേക്കോ ഒന്നും പടച്ചോ നോക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അപ്പൊ അതിനർത്ഥം ഇതൊന്നും വേണ്ടേ എന്നാണ്. അതെല്ലാം വേണം, പക്ഷെ അത് മതി എന്നുള്ളൊരു വെപ്പുണ്ടല്ലോ, അത് അപകടമാണ്. എന്നാൽ ഹൃദയത്തെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല മനുഷ്യനായി, തന്നോട് തന്നെയും തന്റെ പരിസരങ്ങളോടും ഏറ്റവും നല്ലവരായി ഇടപെട്ടുകൊണ്ടുള്ള, നല്ല സുഹൃതം അനുഷ്ഠിച്ചുകൊണ്ടുള്ള നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് മറ്റു ഷിആറുകൾ, അടയാളങ്ങളെല്ലാം തന്നെ അത് വിശുദ്ധമായി മാറുന്നത്. അല്ലെങ്കിൽ അതെല്ലാം വെറും കോലം കെട്ടൽ മാത്രമാണ്. അപ്പൊ കോലം കെട്ടിക്കൊണ്ടുള്ള ജീവിതമല്ല പ്രവാചകന്മാര് ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രപഞ്ചനാഥൻ ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിന്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് തുടങ്ങി ആ വിശുദ്ധിയെ പ്രകടിപ്പിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രവാചകന്മാരും പ്രപഞ്ചനാഥനും മനുഷ്യനിൽ ആഗ്രഹിക്കുന്നത്. അതിനാല് നമ്മളും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഇവിടെ നരകം കൊണ്ടുവരുന്നത്, അതിനെ കാണിക്കുന്നത്, പ്രത്യക്ഷപ്പെടുത്തുന്നത് നിഷേധികൾക്ക് മുമ്പിൽ മാത്രമല്ല, അത് വിശ്വാസികൾക്ക് കൂടി ബാധകമായ ഒന്നാണ്. അത് അവർക്കുള്ളത് മാത്രമാണെന്ന് നമ്മൾ കരുതണ്ട. അപ്പോ ഇനി ഒരു ആയത്ത് കൂടി എടുക്കുക. ഇതെങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ, ഇത് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം എങ്ങനെയെന്ന് അള്ളാഹു പിന്നീട് പറയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ചെറിയൊരു സൂറത്താണ് ഇത്. നമ്മൾ ഈ സംഭവം നമ്മൾ അള്ളാഹു ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലേ? അൽഹാകുമുത് തകാസുർ, നമ്മുടെ ഈ ഒരു പരസ്പരമുള്ള പെരുമ നടിക്കലുണ്ടല്ലോ, അത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. നമുക്ക് പടച്ചോനോടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല, അതല്ല നമുക്ക് മഹത്തരമായ കാര്യം. നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ ഭൗതിക സുഖാഡംബരങ്ങളുമെല്ലാമാണ് നമ്മളെ നയിക്കുന്നതും നമ്മുടെ ചിന്തയും മനസ്സിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളിലുമാണ്. നിങ്ങളത് നശിപ്പിച്ചിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, അതിൽ നിങ്ങൾ ഇങ്ങനെ ആനന്ദിച്ച് ഉല്ലസിച്ച് നിങ്ങൾ ഇങ്ങനെ പോകും. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളുടെ മഖാബിർ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ അവിടെ എത്തുന്നത് വരെ, നിങ്ങളെ ഖബറിടം നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. കല്ലാ സൗഫ തഅലമൂൻ, അല്ല, വഴിയേ നിങ്ങളത് കാണുക തന്നെ ചെയ്യും.
സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അതേ നിങ്ങൾ വഴിയെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ ആ ഇൽമുൽ യഖീൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇപ്പൊ ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ നന്നായി തിരിച്ചറിഞ്ഞാൽ അത് അത് കണ്ടില്ലെങ്കിലും കാണുന്നത് പോലെയായിരിക്കും ഭൗതിക ലോകത്ത് എന്നാണ്. അതുകൊണ്ടാണ് ചില ആളുകളെല്ലാം ആ വരികളിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അവർ കരയുന്നത് കാണുന്നില്ലേ. അവർക്ക് അവിടുന്ന് അങ്ങോട്ട് അത് വായിച്ചു പോകാൻ കഴിയാത്ത രൂപത്തിൽ അവരെ ഹൃദയം വിങ്ങിക്കൊണ്ട് കരയുന്ന ചില ആളുകളെ കാണാറുണ്ട് അല്ലെ. അർശിന്റെ തണൽ കിട്ടുന്ന ചില ആളുകളെ കുറിച്ച്, 7 ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് പടച്ചോനെ ഓർത്തുകൊണ്ട് തനിച്ചിരുന്ന് കരയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. പടച്ചോൻ പറയുന്ന ഓരോന്നിനെയും അവന്റെ സൃഷ്ടാവ് അവനെ ബോധ്യപ്പെടുത്തുന്ന ഓരോ ലോകത്തെയും കൺമുമ്പില് അതിങ്ങനെ നിൽക്കുന്നത് പോലെ കാണാനുള്ള ഒരു ദൃഢബോധ്യം ഉണ്ടാക്കുക എന്നുള്ളത്. അത് പറയുന്നത് ആരാണ്? ഒന്നൊരു പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആരിൽ നിന്നാണ് അത് ഉദ്ധരിക്കുന്നത്? പ്രപഞ്ചനാഥനിൽ നിന്നാണ്. അപ്പൊ പ്രപഞ്ചനാഥന്റെ മഹത്വം ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ, ആ മഹാശക്തിയുടെ അളമത്ത് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നതിന് മുമ്പേ ഭൗതിക ലോകത്ത് തന്നെ അത് കണ്ടതുപോലെയായിരിക്കും എന്നാണ്. അതാണ് ലൗ തഅലമൂന ഇൽമൽ യഖീൻ എന്ന് പറഞ്ഞ അതാണ്. അറിഞ്ഞിരുന്നെങ്കിൽ, അത് നന്നായി ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ. അപ്പോ പടച്ചോനെ നന്നായി ബോധ്യപ്പെടുക എന്നുള്ളത് അത് ആവശ്യമാണ്, അനിവാര്യമാണ്. അതൊരു കളിയല്ല, തമാശയല്ല എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ലതറവുന്നൽ ജഹീം, നിങ്ങൾക്ക് അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ആ നരകത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, അത് നിങ്ങളുടെ കൺമുമ്പിൽ അള്ളാഹു അതിനെ പ്രത്യക്ഷപ്പെടുത്തും. നിങ്ങൾ കൺമുമ്പിൽ. അപ്പൊ ഇവിടെ ഇത് എല്ലാവർക്കും ബാധകമായ ഒന്നാണെന്നാണ്. അതിന്റെ ശേഷമാണ് ഇവിടെ വെച്ചുകൊണ്ട് സത്യവിശ്വാസിയെ അള്ളാഹു മാറ്റുന്നു എന്ന് ഇമാം ഷഅറാവി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് സത്യവിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ അതങ്ങ് പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇരുകൂട്ടരും അത് കാണും. അങ്ങനെ അതിന്റെ മുകളിലൂടെ സഞ്ചാരം എല്ലാവർക്കുമുള്ള ബാധകമായ ഒന്നാണ്. എന്നാൽ അതിന് ശേഷം ഒരു വിഭാഗത്തിൽപ്പെടുന്ന അള്ളാഹു എന്താക്കും? അള്ളാഹുവിന് കീഴ്പ്പെട്ട് ഭൂമിയിൽ ശാന്തിയും സമാധാനവും ആഗ്രഹിച്ച് ദൈവീക സന്നിധിയിലുള്ള നന്മകളെ മുഴുവനും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തെ സുഗന്ധപൂർണമാക്കി കഴിഞ്ഞാലേ അവനോട് പിന്നീട് അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു അവനെ ചോദ്യം ചെയ്യും. അത് ഒരു ഘട്ടം അങ്ങ് അവസാനിക്കുകയാണ്. ഒരു വിഭാഗത്തിന്റെ ജീവിതഘട്ടം അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു വിഭാഗത്തിന്റെ ജീവിത ദുരന്തം തുടങ്ങുന്നു പിന്നീട്. അത് അള്ളാഹു പിന്നീട് പറയുന്നത് വേറൊരു ആയത്തിലാണ്. അവിടെ ഹഖുൽ യഖീൻ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഇൽമിന്റെ, അറിവിന്റെ 3 ഘട്ടങ്ങളെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ സൂറത്ത് കഹ്ഫിന്റെ ചർച്ചയുടെ ആമുഖത്തില് അതിന്റെ ആമുഖത്തിലും പിന്നീട് അതിന്റെ മധ്യഭാഗത്തുമായി നമ്മൾ ഇൽമിന്റെ, അറിവിന്റെ 3 വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒന്നില്ലെങ്കിൽ ദുർമാർഗികൾ ആയ സത്യനിഷേധികളായിരിക്കും അവർ. അങ്ങനെ അത് അവിടെ ബാക്കിയാകുന്ന ആൾക്കാരുണ്ടല്ലോ. മിൻ ഹമീം, അവരെ ചുട്ട് തിളക്കുന്ന പിന്നെ വെള്ളം കൊണ്ടുള്ള സൽക്കാരം അവർക്കുണ്ടാകും. അവിടെ ചുട്ട് തിളക്കുന്ന വെള്ളം കൊണ്ടാണ് അള്ളാഹു അവരെ സൽക്കരിക്കുക. വതസ്സുലിയത്ത് ജഹീം, അവിടെ അതിൽ അവരെ ചുട്ടരിക്കും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പിന്നെ ക്ലബ് ഹൗസിൽ അദ്ദേഹം ഇതുപോലെ തന്നെ അവരെ പറയും. ചില ആളുകളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വതസ്സുലിയത്ത് ജഹീം, ഏതായാലും പിന്നെ
ഈ ആയത്തിനെ നന്നായി മനസ്സിലാക്കണം കേട്ടോ. മിനൽ മുക്കദ്ദിബീന ദ്വാലീൻ. ഒന്നില്ലെങ്കിൽ ദുർമാർഹികളായ സത്യനിഷേധികളാണ് അവർ. ഫനുസുലും മിൻ ഹമീം. ചുട്ടു തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരം അവർക്കുണ്ട്. വതസ്ലിയത്തു ജഹീം. അതിൽ അവർ ചുട്ടരിക്കും. ഇന്നഹാദ ലഹുവ ഹഖുൽ യഖീൻ. അത് ഉറപ്പുള്ള സത്യമായ യാഥാർത്ഥ്യമായ ഒരു ലോകമാണത് എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. അതിനാൽ നിന്റെ നാഥന്റെ നിന്റെ മഹോന്നതനായ നിന്റെ പരിപാലകന്റെ നാമത്തെ നീ വാഴ്ത്തുക മനുഷ്യ. അപ്പോ ഇവിടെ ഇത് ആ ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നീട് രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നത് രണ്ടായത്തിലും. ഒന്ന് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നുള്ളത് അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതും, അതിനുശേഷം അവിടെ നിഷേധികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ആയത്തിലും അള്ളാഹു വിശദീകരിക്കുന്നു. അപ്പൊ അവര് ആ ഹഖുൽ യഖീൻ, ആ ഉറപ്പുള്ള ആ യാഥാർത്ഥ്യം അവര് അനുഭവിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അത് പറഞ്ഞു കേൾക്കുക മാത്രമല്ല, അത് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അതിനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിന്റെ അപകടത്തെ അവർക്ക് രുചിപ്പിച്ച് അള്ളാഹു അതിന്റെ വസ്തുതയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇതാണ്. അപ്പോ പിന്നെ അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ജീവിതത്തിൽ എല്ലാ നന്മയും ഉൾക്കൊള്ളുവാനും എല്ലാ സത്യവും ഉയർത്തിപ്പിടിക്കുവാനും അള്ളാഹു നമ്മുടെ നാഥനുമായി സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ ഏറ്റവും നന്നായി പരിപാലിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.